എറണാകുളത്ത് ഒരു മുഖ്യമന്ത്രി വേണമെന്നുള്ളത് അങ്ങനെ ഒരു ആഗ്രഹമായിട്ട് പറഞ്ഞതാണ്. അല്ല, ഞാൻ പറഞ്ഞത് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി UDF ഇനിയിപ്പോൾ മെയ് 4-ാം തീയതി കഴിയണം, വോട്ടെണ്ണി കഴിയണം, കോൺഗ്രസിന് ഭൂരിപക്ഷം ലഭിക്കണം, UDF ഭൂരിപക്ഷം ലഭിക്കണം. കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിനൊരു പ്രൊസീജിയറുണ്ട്. അത് പാർലമെൻ്ററി പാർട്ടി അംഗങ്ങളുടെ ജയിച്ചു വരുന്ന MLA-മാരുടെ അഭിപ്രായങ്ങൾക്കും മുതിർന്ന നേതാക്കന്മാരുടെ അഭിപ്രായങ്ങൾക്കും കോൺഗ്രസ് ഹൈക്കമാൻഡ് അത്തരത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്യും. ആ തീരുമാനം എല്ലാവരും അംഗീകരിക്കും. അതാണ് കാലങ്ങളായി കേരളത്തിലും മറ്റു വിവിധ സംസ്ഥാനങ്ങളിലുമെല്ലാം നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ ആ ചർച്ചകളെല്ലാം അത്തരത്തിൽ മാത്രമാണ് അതിനുള്ള മറുപടി. അത് തീർച്ചയായും ഈ കഴിഞ്ഞ 5 വർഷക്കാലം പ്രതിപക്ഷ പ്രവർത്തനം എന്നുള്ള രീതിയിൽ കോൺഗ്രസും UDF നടത്തിയ പ്രവർത്തനമുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയ്ക്ക് ഞങ്ങൾ നടത്തിയ നിരവധി പോരാട്ടങ്ങളുണ്ട്. നിരവധി സമരങ്ങളും പ്രതിസന്ധികൾ നിറഞ്ഞ ഈ സർക്കാരിനെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ. ആ പോരാട്ടങ്ങളുടെയൊക്കെ ആകത്തുകയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിലെ എല്ലാ വിഭാഗം UDF പ്രവർത്തകരും എല്ലാ ആളുകളും കഴിഞ്ഞ 10 വർഷക്കാലം നടത്തിയ ഒരു വലിയ പ്രതിരോധം, ഈ സർക്കാരിനെതിരായിട്ടുള്ള ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള പ്രതിരോധത്തിൻ്റെ ആകത്തുകയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്.